ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വിഭവമായിട്ടാണ്. കാണുമ്പം തന്നെ അറിയാം അല്ലേ, കപ്പ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ കപ്പയും ബീഫായാലോ, അത് അതിനാക്കട്ടി അപ്പുറത്തെ ഇഷ്ടമായിരിക്കും എല്ലാവർക്കും അല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഞാനിവിടെ 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ ശ്രമിക്കാം. കാരണം കപ്പയും ബീഫും കഴിക്കുമ്പോൾ ഈ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനി ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് കൊത്തി എരിഞ്ഞത്. ഇനി നിങ്ങളെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഇതിനാക്കട്ടി ടേസ്റ്റ്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 3 പച്ചമുളകും. ഇനി ഇതിൽ നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട്, അതായത് നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി ചേർത്താൽ മതി. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണോളം മസാലപ്പൊടിയും 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടിയും ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതോടൊപ്പം തന്നെ ഒരു 5-6 കറിവേപ്പിലയും എല്ലാം കൂടിയിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് നല്ലോണം എല്ലായിടത്തും മസാലകളെല്ലാം എത്തുന്ന രൂപത്തിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മിക്സാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയെല്ലാം കൂടി നമുക്ക് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത്, വെള്ളം കുറച്ച് മതി കേട്ടോ. അത് ആ പാത്രം ഒരു കുറച്ചൊരു 1/4 കടം വെള്ളം മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഇറച്ചിയിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് കപ്പ വേവിക്കാൻ വെക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കപ്പ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ച് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് വേവിക്കാൻ വെക്കാം. ഞാൻ 1.5 കിലോ കപ്പയാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തേങ്ങൻ്റെ ഒരു ചെറിയ തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 4-5 ചെറിയ ഉള്ളിയും 3-4 വെളുത്തുള്ളിയും അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും 1/4 ടേബിൾ സ്പൂണോളം വലിയ ജീരകവും ആവശ്യത്തിന് കറിവേപ്പില 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോഴേക്ക് നമ്മളെ കപ്പയൊക്കെ ഇവിടെ വെന്ത് റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇതാ ഒന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നല്ല പഞ്ഞി പോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം മാറ്റി വെക്കണം. നമുക്ക് വെള്ളം ആവശ്യമില്ല. അതുകൊണ്ട് ഒരു പാത്രത്തിലിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊരു തവി വെച്ച് അടിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി വെക്കാം. അതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എല്ലാം കൂടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് അധികം വെള്ളമൊന്നുമില്ല. എന്താ വെച്ചാൽ നമുക്ക് അധികം വെള്ളം ആവശ്യമില്ല. കാരണം നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബീഫ് നമുക്ക് ഡ്രൈ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പം തന്നെ ഭയങ്കര സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കി നോക്കണം ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ. ഇതാ ഇനി നമ്മൾ ഇതിൻ്റെ പ്രധാന ഐറ്റമായ തേങ്ങ അരച്ചതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതാ കാണുമ്പോൾ തന്നെ കാണുമ്പോൾ മാത്രമല്ല ഭയങ്കര ടേസ്റ്റുമാണിത്. ഇത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും മിക്കവരും ഇഷ്ടപ്പെടുന്നൊരു ഫുഡ് തന്നെയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ കപ്പയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ആഡാക്കി കൊടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റാണ് കേട്ടോ. ആക്കി കഴിഞ്ഞതിന് ശേഷം രണ്ടോ എരിവിനനുസരിച്ച് 2-3 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ്. അതിന് നമുക്കിത് താളിച്ചെടുക്കണം. അതിനൊരു പാത്രം എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും എല്ലാം കുറേശ്ശായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി നമുക്ക് ഈ കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ച ഉള്ളി ചെറുതായിട്ട് മുറിച്ച് കൊടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും നല്ല രസമാണ്. ഞാൻ പക്ഷേ അത് ഇപ്പം ചെയ്യുന്നില്ല. ഞാനിവിടെ താളിക്കുന്നത് കൊണ്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും ചെയ്യാം. അതായത് പച്ച ഉള്ളി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്ത് അതിന് മേലെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. 2 വിധത്തിലാക്കുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മളെ കപ്പയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. ഇതാ കുറേശ്ശെയായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.